നമ്മളെല്ലാം സഹോദരി സഹോദരങ്ങളാണ് എന്നുള്ള വാല്യൂ ആണ് ഇന്ന് സമൂഹത്തിന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ മൈ ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്ന് വിളിച്ചത്. ധാരാളം ഡെസിഗ്നേഷൻസ് നമുക്ക് വരുമ്പോൾ നമ്മൾ സഹോദരനാണോ സഹോദരിയാണോ എന്നുള്ള ഡെസിഗ്നേഷൻ നമുക്ക് ഇന്ന് ലോകത്തിന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഫാദർ ആകുമ്പോൾ പിന്നെ ഞാൻ സഹോദരനോ സഹോദരിയോ എന്നുള്ള കൺസെപ്റ്റ് എൻ്റെ മനസ്സിൽ നിന്ന് പോയാൽ ബേസ് പോയ ഒരു അച്ഛനാവും ഞാൻ. നിങ്ങൾ ഡോക്ടറാകുമ്പോൾ ഇതൊരു സഹോദരനാണ് ഇത് സഹോദരിയാണെന്നുള്ള കൺസെപ്റ്റ് നിങ്ങളുടെ മനസ്സിൽ നിന്ന് പോയാൽ നിങ്ങൾ ഡോക്ടറാവില്ല. ഇത് ബേസിക് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും ബേസിക് വി ആർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. നിങ്ങൾ ഏത് മതവിഭാഗത്തിൽപ്പെട്ടവനാകാം, ഏത് പ്രൊഫഷനിലുള്ളവരാകാം, ഈ ഒരു വാല്യൂ ആണ് ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഡോക്ടേഴ്സിന് പ്രൊഫഷണലായിട്ടുള്ള മേഖലയിൽ അല്ലെങ്കിൽ പ്രീസിന് ധാരാളം റോള് ഈ സമൂഹത്തിലുണ്ട്. ഒരു പുരോഹിതന് ധാരാളം കാര്യങ്ങൾ ദേവാലയത്തിൽ ചെയ്യാനുണ്ട്. ഒരു ഡോക്ടർക്ക് ധാരാളം കാര്യങ്ങൾ നിങ്ങളുടെ ഹോസ്പിറ്റൽ മേഖലയിൽ ചെയ്യാനുണ്ട്, ശുശ്രൂഷ. പക്ഷെ അതിനും അപ്പുറത്ത് ധാരാളം കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. പ്രിയമുള്ളവരെ, നിങ്ങളൊക്കെ ഡോക്ടേഴ്സാണ്, ഞാൻ ഡോക്ടറല്ല. പക്ഷെ ഞാൻ നിങ്ങളും ഒരു തരത്തിൽ തുല്യരാണ്. ഞാനൊരു മനുഷ്യനാണ്, നിങ്ങളൊരു മനുഷ്യനാണ്. മനുഷ്യൻ എന്നുള്ള ഡിഗ്രിയേക്കാൾ വലുതല്ല MA എന്ന് പറയുന്ന ഡിഗ്രിയാണ് ഏറ്റവും വലിയ ഡിഗ്രി. അതിനേക്കാൾ വലിയൊരു ഡിഗ്രി ഈ ലോകത്തിലെ IAS IPS ഒന്നും അല്ല. ഏറ്റവും വലിയ ഡിഗ്രി ഈ ലോകത്തിലുള്ളത് MAN. എന്നാൽ ആ ഡിഗ്രിക്കാണ് ഇന്നൊരു വാല്യൂ ഇല്ലാത്തത്. മനുഷ്യൻ എന്ന് പറയുന്നതിന്റെ വാല്യൂ നഷ്ടപ്പെടുന്നു. അപ്പൊ ഞാനിപ്പോ ഈ കോൺഫറൻസില് എനിക്ക് മെഡിക്കലായിട്ടുള്ള കാര്യങ്ങളല്ല, എനിക്ക് മനുഷ്യപരമായുള്ള കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. രൂപയുടെ മൂല്യം നഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞ് എല്ലാവരും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. രൂപയുടെ മൂല്യം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എന്താ സ്ഥിതി എന്ന് പറഞ്ഞ് വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യന്റെ മൂല്യം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എന്താണെന്ന് ഓർത്തിട്ട് ഒരു TV-യിൽ ഒരു ഷോ പോലും നടക്കുന്നില്ല. ഈ രൂപയുടെ മൂല്യം ഇങ്ങനെ കുറഞ്ഞാൽ ഒരു 10 വർഷം കഴിയുമ്പോൾ എന്താകും? അപ്പൊ താങ്കൾ പറയുമ്പോൾ ഈ വക ചർച്ചയാണ് നടന്നോട്ടെ. പക്ഷെ മനുഷ്യന്റെ മൂല്യം ഇത് നഷ്ടപ്പെടുന്നതല്ലേ പ്രിയമുള്ളവരെ ഈ ലോകത്തിലെ ഏറ്റവും വലിയ നഷ്ടം. നമ്മളിപ്പോ ഡോക്ടറായാലും ഞാൻ അച്ഛനായാലും എൻ്റെ ഉള്ളിലെ മാനുഷിക മൂല്യങ്ങൾ പോയാൽ പിന്നെ ഇതൊക്കെ അലങ്കാരങ്ങൾ മാത്രമാണ്. ഞാനിപ്പോ വരുന്നത് ദുബായിൽ നിന്നാണ്. ഞാൻ കാലത്ത് ഇന്നലെ രാത്രി 12 മണിക്ക് ദുബായിലെ എയർപോർട്ടിൽ എത്തിയതാണ്. ഇന്ന് കാലത്ത് 8:30 ഇറങ്ങി. അടാറിന്റെ ഒരു ഫംഗ്ഷൻ കഴിഞ്ഞ് എന്നിട്ട് ഇവിടെ ഒരു കുർബാന കഴിഞ്ഞ് ഞാൻ ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളതാണ്. ഈ 2 പരിപാടി കൂടി പോകാനുണ്ട്. ഞാൻ കാലത്തും ഭക്ഷണം കഴിച്ചിട്ടും ഉച്ചയ്ക്കും ഭക്ഷണം കഴിച്ചിട്ടില്ല. കാരണം കൃത്യമായിട്ട് ഇവിടെ എത്തണം. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളൊരു വാക്ക് പറഞ്ഞാൽ ആ വാക്ക് പാലിക്കണം. അതാണ് മനുഷ്യൻ. അവിടെ ഭക്ഷണമില്ല, അവിടെ പണമില്ല, വസ്ത്രമില്ല. എന്നാലേ നിങ്ങളെ ഈ ലോകത്തിലെ മനുഷ്യൻ വിശ്വസിക്കുള്ളൂ, അല്ലെങ്കിൽ വിശ്വസിക്കുന്നില്ല. കാരണം പറഞ്ഞ കാര്യമൊന്നും ചെയ്യാത്തതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയുമ്പോ അതാരെ പറഞ്ഞ അന്തോണി കുഴപ്പമില്ല, അത് പറയും, പലരും പറയും. അപ്പൊ അതുകൊണ്ട് നമ്മളെ കുറിച്ചൊക്കെ അങ്ങനെ പറഞ്ഞാൽ പിന്നെ നമ്മൾ പറഞ്ഞിട്ട് അതിന്റെ കാര്യം, നമ്മളൊരു വാക്ക് പറയുമ്പോ അതെനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമെങ്കിൽ മാത്രമേ പറയാവൂ. പറയാൻ പോണ്ടാകും കുഴപ്പമില്ലല്ലോ, പറയണ്ട. പറയാൻ പറ്റും എന്ന് ഉറപ്പ്, ചെയ്യാൻ പറ്റും എന്ന് ഉറപ്പുണ്ടെങ്കിൽ പറയാം. നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യം മിണ്ടി പോരുത്. വെറുതെ ആൾക്കാരെ പറ്റിച്ചിട്ട് എന്താ കാര്യം? ഞാനൊരു അച്ഛനാണ്, എനിക്ക് വേണമെങ്കിൽ എന്തോ ആൾക്കാരെ പറ്റിക്കാൻ അറിയാം. അച്ഛനെ ഇഷ്ടപ്രകാരം പറ്റിക്കാം, നിങ്ങൾക്കും പറ്റിക്കാം. നല്ല ഒരിക്കലും മുഴയുണ്ടാവാൻ സാധ്യതയില്ല. ഞാൻ തലയിൽ കൈവച്ചിട്ട് അപ്പൊ എനിക്ക് തോന്നുന്നത് തനിക്കൊരു പ്രതിസന്ധി വരാൻ കഴിയും. എന്റെ ദൈവമേ എല്ലാം ചോദിച്ചാൽ പേടിപ്പിക്കാം. ക്രെഡിബിലിറ്റി. ഞാൻ എന്നോടാണ് വിശ്വസ്തത വെച്ച് പുലർത്തേണ്ടത് പ്രിയമുള്ളത്. എനിക്കതാണ് നിന്നോട് പറയാനുള്ളത്. നമ്മൾ നമ്മളോട് വിശ്വസ്ത വെച്ച് പുലർത്താം. നമ്മൾ പറയുന്ന കാര്യം നമ്മുടെ ഉള്ളില് മനസാക്ഷിയുടെ മുമ്പില് അതിന് വിള്ളൽ ഉണ്ടാകാൻ പാടില്ല. അല്ലെങ്കിൽ പറയേണ്ടതോ പറയപ്പെട്ട ഒരു ഡോക്ടർക്ക് ഈ സമൂഹം വെച്ച് തരുന്ന ക്രെഡിബിലിറ്റി ഉണ്ടല്ലോ, ഒരു പുരോഹിതന് പോലും കിട്ടുന്നതിനേക്കാൾ വലിയ ക്രെഡിബിലിറ്റിയാണ് ഒരു ഡോക്ടർക്ക് കിട്ടുന്നത്. കാരണം പുരോഹിതനും നിങ്ങളുടെ മുന്നിലല്ലേ വന്നിരിക്കുന്നത്.
അപ്പൊ ഒരു ഡോക്ടർ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ തനി സ്ഥാനത്ത് ആ രൂപത്തില് ഇരിക്കുന്ന ഒരു അവസ്ഥയാണ്, ഒരു പൊസിഷനാണ് നിങ്ങൾക്ക്. എനിക്കൊരു പൊസിഷൻ കിട്ടിയാലേ ആ പൊസിഷൻ ഉപയോഗിച്ചിട്ട് അഴിമതി നടത്തരുതെന്ന് പറയുന്നില്ലേ, അതേപോലെ എനിക്ക് പറഞ്ഞ കാര്യം. അതായത് എനിക്കൊരു പൊസിഷൻ കിട്ടിയാലേ ആ പൊസിഷൻ കൊണ്ട് എന്തിനാണത്, ആ പൊസിഷൻ കൊണ്ട് നാം ഈ സമൂഹത്തിനെ എന്ത് സേവനം ചെയ്യാനാണ്. അല്ലെങ്കിൽ പൊസിഷൻ നമുക്ക് കിട്ടില്ല. ഷാനവാസ് വന്നപ്പോ പറയായിരുന്നു, അതായത് നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം നമുക്ക് ഈശ്വരൻ തന്നിട്ടുണ്ടോ അതൊക്കെ നമ്മുടെ മാത്രം സുഖത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ അത് കെട്ടുപോകും, അത് വളരില്ല. നിന്റെ കയ്യിൽ ഇപ്പോൾ ദീപം തെളിയിച്ചു, ആ ദീപം തെളിയിച്ചിട്ട് ഒരു ചാക്കിട്ടാൻ കൂടി എന്ത് തെളിയിച്ചില്ല, ആ ചാക്കിട്ട് മൂടാൻ പാടില്ല. ആ വെളിച്ചം എല്ലായിടത്തും എത്തണം. നമ്മൾ ഈ ലോകത്തിലെ ഒരു അറിവ് എന്ന് പറയുന്നത് വെളിച്ചം, നമുക്ക് ജീവിതത്തിൽ കിട്ടുന്ന ഒരു കഴിവ് എന്ന് പറയുന്ന ഒരു വെളിച്ചം, അത് എന്റെ കാര്യത്തിന് മാത്രം ഉപയോഗിച്ചാൽ ആ മനുഷ്യന്റെ ജീവിതത്തിന്റെ അവസാനത്തിൽ അവൻ സ്വയം പറയും എന്തിനും ജീവിച്ചേ. നമ്മുടെ ജീവിതത്തിൽ ഒരു വിളക്ക് തന്നാൽ അത് പറ കൊണ്ട് മൂടി വെക്കാനുള്ളതല്ല. ബൈബിളിൽ പറയുന്നു മലയുടെ മുകളിൽ വെക്കാനുള്ളതാണ്. എന്തിനാ മലയുടെ മുകളിൽ വെക്കണേ? എല്ലാവർക്കും എന്ത് കിട്ടണം? വെളിച്ചം കിട്ടണം. എല്ലാവർക്കും വെളിച്ചം കിട്ടണം. പ്രിയമുള്ളവരെ, നമ്മൾ ഈ ലോകത്ത് ഇത്രയധികം കഴിവുകള്, കണ്ണ്, കയ്യ്, കാല്, ബുദ്ധി, അറിവ്, ഞാൻ ഇതൊക്കെ തന്നു. ഇതൊന്നും ഇല്ലാത്ത ലക്ഷക്കണക്കിന് മനുഷ്യ ലോകത്തുണ്ട്. അപ്പൊ നമുക്കിതെല്ലാം ഈശ്വരൻ തന്നിട്ടുണ്ടെങ്കിൽ അതെന്റെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചാൽ അത് ഏറ്റവും വലിയ തിന്മയാണ്. എന്റെ സുഖം, എന്റെ സൗകര്യം, അവസാനം അവന് സുഖവും കിട്ടില്ല, സൗകര്യം കിട്ടില്ല. എല്ലാവർക്കുമായി നിങ്ങൾ ജീവിച്ചു നോക്കിയേ. ഒരു ഡോക്ടർക്ക് ഈ ലോകത്തിലുണ്ടല്ല അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ പറ്റും, അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ പറ്റും. നിങ്ങൾ എല്ലാവർക്കും നിങ്ങളുടെ അടുത്തുള്ള ഓരോ വ്യക്തികൾക്കും നിങ്ങളുടെ അറിവ് പറഞ്ഞു അവന്റെ മുഖത്തുണ്ടാകുന്ന സന്തോഷം എന്താണ്, സാറ്റിസ്ഫാക്ഷൻ എന്താണ്? അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ജീവിതകാലം മുഴുവൻ ഓർത്ത് സന്തോഷിക്കാൻ അത് മതി. എനിക്കത് മതി. എന്റെ ഫോൺ വിളിച്ചു, അച്ഛോ ഓപ്പറേഷൻ നാളെ, പ്രാർത്ഥിക്കണം, വളരെ നന്ദിയുണ്ട്. ആരാണ് വിചാരിക്കണേ ഒരു കിഡ്നി മാറ്റി വയ്ക്കേണ്ട രോഗിയെന്ന് ആളെന്നെ വിളിച്ച് പറയുന്നു, നാളെ ഓപ്പറേഷൻ, നന്ദിയുണ്ട് മാനം. എന്തിനാണ് ഉണ്ണികൃഷ്ണൻ എന്നോട് നന്ദി? എന്റെ കിഡ്നിയാണോ നിനക്ക് തരുന്നത്? അല്ല, എന്നാലും അച്ഛൻ്റെ അടുത്ത് വന്നു, അങ്ങനെയല്ലേ എനിക്കൊരു കിഡ്നി കിട്ടി. എടാ എന്റെ കിഡ്നി അല്ല, എന്നാലും നന്ദി ഉണ്ട് അച്ഛൻ. നീ സന്തോഷമായിട്ടിരിക്കും, ഓപ്പറേഷൻ അത് കഴിയും, സുഖമായിട്ട് നിനക്ക് ജീവിക്കാം. അവരുടെ അച്ഛൻ എനിക്കൊരു വിഷമുണ്ട്. എന്തെന്റെ വിഷമം? ഓപ്പറേഷൻ കഴിഞ്ഞു വിട്, ആദ്യത്തെ ആയിരുന്നല്ലേ, അതൊക്കെ പെട്ടെന്ന് വേദനയൊക്കെ മാറുക. അതല്ല അച്ഛു, ഇന്ന് വരെ ഞാൻ അച്ഛനെ കണ്ടിട്ടില്ല. ഈ ഓരോ കാര്യം പറഞ്ഞത് എന്താ കാര്യം? ഞാൻ അച്ഛന്റെ ശബ്ദം മാത്രമേ കേട്ടിട്ടുള്ളൂ. കണ്ണു കാണാത്ത മനുഷ്യനാ, കിഡ്നി പോയി. അവന്റെ അടുത്ത് വന്നു, അവന് കിഡ്നി കിട്ടുകയാണ്. ആരുടെ കിഡ്നി? ഒരു നീന ഉണ്ണികൃഷ്ണൻ പറയുന്ന സ്ത്രീയുടെ കിഡ്നി. എന്നാ നീന ഉണ്ണികൃഷ്ണൻ അവനെ കിഡ്നി കൊടുക്കുന്നത്? അവളുടെ ഭർത്താവ് ഉണ്ണികൃഷ്ണന് ലീല എന്ന് പറയുന്ന ഒരു വീട്ടമ്മ കൊടുത്തു. എന്താ ലീല എന്ന് പറയുന്ന അമ്മ ആ ഉണ്ണികൃഷ്ണന് മുരളീധരന് കൊടുത്തത്? തന്റെ മകൻ അരുൺ രാജിന് ജോളി എന്ന് പറയുന്ന ഒരു സ്ത്രീ കിഡ്നി കൊടുത്തു. അതാണ് ജോളി എന്താ കിഡ്നി കൊടുക്കുന്നത്? ജോളി എന്ന് പറയുന്ന സ്ത്രീയുടെ ഭർത്താവ് ജോണിന് കൊച്ചോസൻ ചിക്കനിൽ കിഡ്നി കൊടുത്തു. അവിടെ നിന്ന് നീ തുടങ്ങിയേ, അവിടെ നിന്ന് അങ്ങനെ ഉണ്ണികൃഷ്ണനെ വിളിച്ചിട്ട് പറയണം, നന്ദി ഉണ്ടച്ചോ. എന്തിന്? 6 മാസം മുമ്പ് അവന്റെ അടുത്ത് വന്നതാണ്. ഞാൻ കഥ പറയില്ല, ഇതിൽ കുറെ മൂല്യങ്ങളുണ്ട്. നമുക്കൊക്കെ ഉള്ളതിന്റെ വാല്യൂ. ഞാൻ പറഞ്ഞു, നമ്മുടെ ഡെസിഗ്നേഷൻ ഡോക്ടർ, ഫാദർ എന്നുള്ളതും ശവപ്പെട്ടിൽ കിടക്കുന്ന സമയത്തൊന്നും മരിച്ചു പോണ സമയത്തൊന്നും ഇതിനൊന്നും വിലയില്ല. പ്രിയമുള്ളവരെ, ഒരു വിലയില്ല. ജീവിച്ചിരിക്കുമ്പോ മാത്രമേ ഇതിനൊക്കെ വിലയുള്ളൂ. ഏതിന്? ഈ പൊസിഷൻസിനൊക്കെ വിലയുള്ളൂ. എവിടെ മഞ്ചലെന്ന് പോണ്ട, ഐസിയില് പോയാൽ മതി, അപ്പൊ തന്നെ വില പോകും. അവിടെ വെച്ചിട്ടുള്ള ഓരോരുത്തരും കാണിക്കുന്നത് ഈ തുടയ്ക്കാൻ എന്തൊക്കെ ചെയ്യാനാ പോളെ. അപ്പൊ നമുക്ക് മനസ്സിലായി എല്ലാം സമർപ്പിച്ച് അവിടെ എടുക്കുക. അതുകൊണ്ട് ഈ പൊസിഷനും കാര്യങ്ങളും ഒന്നും ഐസിയുള്ളിലേക്ക് കയറില്ലട്ടാ. അവിടെ ചിലരൊക്കെ രോഗികള്, അത്രേ ഉള്ളൂ. ഈ പൊസിഷന് കുറച്ച് കാലഘട്ടമുള്ള ഈ ലോക ജീവിതത്തില്. അപ്പോ ഈ ഉണ്ണികൃഷ്ണൻ
എൻ്റെ അടുത്ത് ഭാര്യയായിട്ട് വന്നത് 6 മാസം. എന്തിനാണ്? ഫാദറെ, എൻ്റെ ഭർത്താവാണ്, കിഡ്നി പോയി, കാഴ്ചയില്ലേ ആൾക്ക്, കൈ പിടിച്ചിട്ട് വന്നു, കാഴ്ചയില്ല ആൾക്ക്. കാഴ്ചയില്ല എന്ന് അറിഞ്ഞിട്ടാണ് ഈ സ്ത്രീ ഈ ചെറുപ്പക്കാരനെ കല്യാണം കഴിച്ചത്. അതാണ് വാല്യൂ. നമ്മളിവിടെ മകളെ കല്യാണം കഴിപ്പിക്കുമ്പോഴേ എവിടെയാ അമേരിക്കയില് ശമ്പളത്തിൽ 3 ലക്ഷം പോരാ. പിന്നെ കണ്ണും കൂടി ഇല്ലാത്ത പിന്നെ വാല്യൂ എന്ന് പറയുന്നത് പണത്തിനല്ല പ്രിയമുള്ളവരെ, മനുഷ്യന്റെ മനസ്സിനാണ് വാല്യൂ. മനസ്സിന് കണ്ണില്ലാത്ത കുരുടനായ ഒരു ചെറുപ്പക്കാരൻ നിങ്ങളുടെ മക്കൾ ആരെങ്കിലും കല്യാണം കഴിക്കോ? കഴിക്കും. അങ്ങനെ സ്ത്രീയാണ് എന്റെ മുമ്പിൽ വന്നത്. ഭയങ്കര അഭിമാനം തോന്നി. എന്നാലും അവർക്ക് മക്കളില്ല. കഷ്ടത കണ്ടൊരു പെരുമഴ. മക്കളില്ല, കിഡ്നി ഇല്ല, കണ്ണില്ല. ഈ സ്ത്രീ കിഡ്നി കൊടുക്കാന്ന് വെച്ചപ്പോൾ ഡോക്ടർ നിങ്ങൾക്ക് പറ്റില്ല, നിങ്ങൾക്ക് ഹാർട്ടിനകത്ത് പ്രോബ്ലം ഉണ്ട്. എന്ത് ചെയ്യും? പത്രത്തിലേക്ക് ഒരു ചെറുപ്പക്കാരൻ കിഡ്നി കലർത്തിയായിരുന്നു. അത് പറയാൻ എൻ്റെ അടുത്ത് വന്നത്. ഞാൻ പറഞ്ഞു, പത്രത്തിലിട്ട് വരുന്ന ആൾക്കാരൊക്കെ സൂക്ഷിക്കണ. ഇല്ല വെച്ചാൽ നല്ല ആളാ, ഞങ്ങൾ കണ്ടു, സംസാരിച്ചു, എന്നാലും സൂക്ഷിച്ചോളാം. ഇല്ല, കുഴപ്പമില്ല, ഞങ്ങൾ സംസാരിച്ചു, ടെസ്റ്റുകൾക്കൊക്കെ തുടങ്ങി. അങ്ങനെ പോയി. കുറച്ച് നാൾ കഴിയുമ്പോൾ എൻ്റെ അടുത്ത് വരികയാണ് 2 പേരും. എന്താ കാര്യം? ഇവരുടെ കയ്യിൽ നിന്ന് 10,000 രൂപ, 30,000 രൂപ, 40,000 രൂപ, 50,000 വാങ്ങിച്ച് 2 ലക്ഷത്തോളം വെള്ള പൈസ വാങ്ങിച്ചു. ഓപ്പറേഷന് ഡേറ്റ് ഫിക്സ് ചെയ്യാറായി. ഫോൺ വിളിക്കുമ്പോ സ്വിച്ച് ഓഫ്, സിമ്മ് സ്വിച്ച് ഓഫ്. ആകെ നനച്ചു, കയ്യിലെ കാശും പോയി, കിഡ്നി. ഇവനെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റില്ല. ഇവർക്കെല്ലാം നഷ്ടപ്പെട്ടു. എൻ്റെ അടുത്ത് വന്നത് അവരെ. എൻ്റെ അടുത്ത് വന്നത് എന്തിനാണെന്നറിയോ? വേറെ ഒന്നിനല്ല, കിഡ്നി അവർക്ക് കിട്ടുന്നറിയില്ല, കിഡ്നി കിട്ടിയിട്ടുണ്ട്, എനിക്ക് കാശുമില്ല. എൻ്റെ അടുത്ത് വന്നത് എന്നെ കണ്ട് വെറുതെ ഇങ്ങനെ പോയി വെച്ചാ അവൻ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു പോയി. ആത്മഹത്യ ചെയ്യാൻ വേണ്ടി അവസാനമായിട്ട് എന്നെ കാണാൻ വന്നത്. ഇനി മാർഗില്ല, കാരണം കിഡ്നി ഇല്ല, കണ്ണുമില്ല, കാശുമില്ല, എല്ലാം പോയി. അപ്പോഴാണ് ഞാൻ പറഞ്ഞത്, ഉണ്ണികൃഷ്ണ, അന്ന് ഞാൻ പറഞ്ഞ പോട്ടെ, തനിക്ക് ദൈവം വച്ചോ ഇങ്ങനെ ഒരു കിഡ്നി. അങ്ങനെയാണ് ചിന്തപ്പയുടെ കിഡ്നികൾ ഷെയർ ചെയ്ത് ആ ഉണ്ണികൃഷ്ണനാണ് എന്നെ വിളിച്ചത്. നന്ദിയുണ്ട് ഫാദർ. ഞാൻ പറഞ്ഞു, ദൈവത്തോട് നന്ദി പറയും പോലെ. അപ്പൊ അവരുടെ സങ്കടം എന്നെ ഇതുവരെ കണ്ടിട്ടില്ല. അത് കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? അത് കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? പ്രിയമുള്ളവരെ, എന്നെ കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. അവൻ എന്റെ ജന്മത്തിൽ വെച്ചില്ല. എനിക്കോ അവനെ എന്തും കാണാം. ഇപ്പൊ നമ്മൾ ആലോചിച്ച് നോക്ക്, നമുക്ക് ദൈവം തന്ന വിളക്ക്, വെളിച്ചം പറയുന്നത് അത് നമ്മുടെ ജന്മമാണ്. ഈ ജന്മം കൊണ്ട് അനേകം മനുഷ്യർക്ക് നന്മകൾ ചെയ്തില്ലെങ്കിൽ ഈ ജന്മം പാഴായി പോകും. പ്രിയമുള്ളവരെ, പാഴായി പോകും. എന്റെ വയറ് നിറയ്ക്കാനും, എന്റെ കീസ നിറയ്ക്കാനും, എന്റെ കുടുംബം, എന്റെ മക്കളെ നോക്കാനും അങ്ങനെ ഒരു മനസ്സല്ല ഒരു മനുഷ്യന് ഈശ്വരൻ കൊടുത്തിട്ടുള്ളത്. ലോകത്തിലെ എല്ലാ മനുഷ്യരെയും എന്തിന് ഈ ഭാരതത്തിൽ ഉണ്ടായിരുന്നല്ലോ നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജി. അദ്ദേഹത്തിന് വീടില്ലേ, കുടുംബല്ലേ, നോക്കി നടക്കാമായിരുന്നില്ലേ? എന്തേ അത് നടന്നില്ല? മനുഷ്യന്റെ മനസ്സിനാണ് വലിപ്പം വരേണ്ടത്. പ്രിയമുള്ളവരെ, എല്ലാ മനുഷ്യരെയും തുല്യരായി കാണാൻ ഞാൻ ചിലപ്പോൾ ചിന്തിച്ചു, ഈ മനുഷ്യന്റെ എത്രയോ ആൾക്കാർ വസ്ത്രമൊക്കെ എടുത്ത് ആഭരണങ്ങളൊക്കെ അണിഞ്ഞിട്ട് മോടിയാക്കാൻ നോക്കുക. ഏത്? നമ്മുടെ നല്ല ഭംഗിയിൽ നടക്കാൻ. ഈ ഇങ്ങോട്ടുള്ള വസ്ത്രം ഊരിക്കളഞ്ഞിട്ട് ഒരു തോർത്തൊണ്ടെടുത്തിട്ട് ഭംഗിയായിട്ട് നടക്കുക. ചെന്നില്ലേ എന്ന് പറഞ്ഞു. അതെ, വസ്ത്രത്തിനേക്കാൾ കൂടുതൽ ഭംഗി മനസ്സിന് വേണോ എന്ന് ബ്രിട്ടീഷുകാരുടെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞില്ല. നിന്ന പോലെ മനസ്സിലാവാനായിട്ട് ഗന്ധിക്കോലത്തില് ഇതാണ് എന്റെ പോലെ മനസ്സിലാക്കാൻ പ്രിയമുള്ളവരെ. മനുഷ്യന്റെ പവർ എന്നിരിക്കുന്നത് അവന്റെ ബുദ്ധിശക്തിയിലല്ല, ഡിസ്പോസിഷൻ, നമ്മുടെ മനസ്സിന്റെ ഡിസ്പോസിഷനാണ്. ഞാനൊരു അച്ഛനായാൽ പോരാ, അച്ഛനാണെന്ന് എന്റെ ജീവിതം കൊണ്ട് ഞാൻ തെളിയിക്കണം. നിങ്ങൾ ഡോക്ടറായാൽ പോരാ, നിങ്ങളുടെ ഡോക്ടറാണെന്ന് നിങ്ങളുടെ ശുശ്രൂഷ കൊണ്ട്, സേവനം കൊണ്ട് സമൂഹത്തിൽ തെളിയിക്കണം. നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കണം. ഐ ആം ഫോർ യു. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണ് പറയുന്നത്? ഇന്ന് സമൂഹത്തിലെ വാല്യൂ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഈ അവയവദാനങ്ങൾ ഏറ്റെടുക്കുന്നത് ഇന്ന് അതുപോലും കൊടുക്കാൻ ആൾക്കാർക്ക് പ്രയാസം. മരിച്ചു കഴിഞ്ഞിട്ട് കൊടുക്കേണ്ട കാര്യം പറയുമ്പോൾ തന്നെ പ്രശ്നം. ചിലർക്ക് ഇത് ഒപ്പിടുന്ന നേരത്തൊക്കെ കരയാം. എന്താ കീറിട്ടല്ലേ നടക്കുക? അതെ, ഞാനിത് കീറല്ലേ. ഏത് ചത്ത കഴിഞ്ഞിട്ട് എന്നാലും അവരിത് കീറില്ലേ ചേട്ടാ? അത് ചത്ത കഴിഞ്ഞിട്ടല്ലേ?
എന്താ വിഷമം? അതെന്താ കാര്യം വെച്ചാലേ, നമുക്ക് കൊടുക്കേണ്ട കാര്യം കേട്ടാൽ തന്നെ ബോധപ്പെട്ട് നിങ്ങൾ ഒരു തമാശ കേട്ടിട്ടുണ്ട്. ഒരു പള്ളിയിൽ കുർബാന നടക്കുന്ന സമയത്ത് അച്ഛൻ പറഞ്ഞു, പള്ളിപ്പണി നടക്കാണ്, എല്ലാവരും നല്ല പിരിവൊക്കെ തരട്ടെ, പള്ളിപ്പണിയൊക്കെ വേണം. അപ്പൊ അവിടെ ഇപ്രാവശ്യത്തെ പിരിവിന് ഞാൻ ആൾക്കാരെ ഇവിടെ ഇറങ്ങി നിങ്ങളുടെ അടുത്തേക്ക് വരികയാണ്, ഈ പാത്രം പിടിച്ചിട്ട് തരാൻ പറഞ്ഞിട്ട്. പ്രശ്നം വീട്ടിലേക്ക് അച്ഛൻ നോക്കും. അപ്പൊ ആൾക്കാർക്ക് പെട്ടോ, അച്ഛൻ നമ്മുടെ അടുത്തേക്ക് പറഞ്ഞ ഇതൊരു സൂത്രണ്ടാ. അപ്പൊ പള്ളിയില് 3 പിശുക്കന്മാരുണ്ട്, 10 പൈസ കൊടുക്കില്ലേ. അതിന് 3 പേരെ വെച്ചത് പെട്ട പൈസ. എല്ലാവരും നോക്കും, നമ്മൾ കൊടുക്കില്ല, എല്ലാവരും ശ്രദ്ധിക്കും. നമ്മുടെ ഈ പാത്രം വരുന്ന ആൾക്കാർ നോക്കും. അതുകൊണ്ട് എന്തുണ്ടായാലും ചില ഇവര് അതാ പറഞ്ഞത്, നമുക്ക് നല്ല ബുദ്ധി. അച്ഛൻ പാത്രം എടുത്ത് സ്റ്റെപ്പ് ഇറങ്ങുമ്പോഴേക്ക് വരുത്തുമ്പോ വീണ വശം മറ്റു 2 പേരെ എടുത്ത് പുറത്തേക്ക് കൊണ്ടുപോയി 3 പേര് ഔട്ടായി. അച്ഛൻ പുറത്ത് കഴിഞ്ഞപ്പോ 2 പേര് 3 പേര് ഔട്ടായി. നമ്മുടെ ജീവിതത്തിൽ കൊടുക്കാതെ കേട്ട ബോധമുണ്ട്. പക്ഷെ നിങ്ങൾ ബോധം കെട്ടി കിടക്കുന്ന ആളോട് തനിക്ക് ലോട്ടറി നമ്പർ അടിച്ചു ബോധം വരും. കിട്ടാന്ന് പറഞ്ഞാൽ അപ്പൊ ബോധം വരും, കൊടുക്കാന്ന് പറഞ്ഞാൽ അപ്പൊ ബോധമുണ്ട്. ഈ അടിസ്ഥാനപരമായ ഒരു വികാരം നമുക്ക് ഉണ്ടാകുന്നേ. അവരുടെ പ്രിയമുള്ളവരെ, ഒരു മനുഷ്യനാകുന്നത് അവനെ എത്രമാത്രം നമ്മുടെ ആയുസ് ഇന്നുണ്ട്. ഞാനിവിടെ നിന്ന് ഒറ്റ വീഴ്ചനെ കെട്ടിമറിഞ്ഞ് എന്റെ ശവടപ്പെട നാളെ എന്ന് ഞാൻ ചിന്തിച്ചിട്ട് ജീവിക്കണം. ഞാൻ എന്റെ ജീവിതം എത്രയ്ക്കുള്ളോ പ്രിയമുള്ളവരെ, എന്റെ കൂടെ ജീവിക്കുന്ന, എന്റെ കൂടെ നിഴല് എന്റെ കൂടെ ഉണ്ടോ, ആ നിഴലാണ് എന്റെ മരണം. എപ്പ വേണമെങ്കിൽ അതേ നിലനിൽക്കുന്നു. എന്റെ കൂടെ നിൽക്കുന്നുണ്ടവൻ. അത് ആലോചിച്ചിട്ട് ഞാൻ എന്റെ ജീവിതത്തിന്റെ കർമ്മങ്ങളെ ക്രമപ്പെടുത്തണം. ഞാൻ എന്റെ ജീവിതത്തിന്റെ ഈ നിലയിലെ നോക്കണം. ഇതെന്റെ നിലല്ലേ, ഇതെന്റെ മരണമാണ്. ഈ ജീവിതം വിട്ടു പോകുമ്പോൾ നിന്റെ പൊസിഷൻ ഒന്നിനും വിലയുണ്ടാവില്ല പ്രിയമുള്ളവരെ. പക്ഷെ നമ്മൾ ചെയ്ത കർമ്മങ്ങൾക്ക് വലിയ വിലയുണ്ടാകും. അപ്പൊ ഡോക്ടർ സാർ, നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ഓരോ വാക്കുകൾക്കും രോഗിയുടെ ഹൃദയത്തെ സുഖപ്പെടുത്താൻ സാധിക്കണം. ആ ഒരു ഹൃദയത്തിന്റെ നന്മ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകണം. വെറുതെ നോക്കിയാൽ മതി, ആൾ സുഖപ്പെടും. എന്തുണ്ട്? സുഖല്ലേ? സുഖം മതി, അവന്റെ സുഖം വരും. വെറുതെ നിങ്ങൾ നോക്കിയാൽ മതി. നിങ്ങളുടെ മനസ്സറിഞ്ഞിട്ട് ഒരു രോഗിയുടെ മുഖത്ത് നോക്കിയാൽ മാറും പറഞ്ഞാൽ അപ്പം അവൻ സുഖം. ഏറ്റവും നല്ല മരുന്ന് മനുഷ്യന്റെ മനസ്സല്ലേ. നല്ല മനസ്സൊന്നുമില്ലാത്തത് നടത്തണമെന്ന് നിങ്ങൾ കണ്ടില്ലേ? ഗുരുവായൂരും ഓരോ ക്ഷേത്ര പരിസരത്തിൽ കൊണ്ട് നടത്തള്ളിയിട്ട് ആ കുടുംബം, ആ മക്കള് എന്തിനീ ലോകത്തിന് നേടും? എന്ത് നേടിയാലും എന്താകും? എന്താകും? നിങ്ങൾ പറയും, എന്താകും? ഒരു നേട്ടമാർക്കും ഉണ്ടാക്കില്ല. ഒരു ജീവിതത്തിന്റെ ബന്ധങ്ങളെ മറന്നിട്ട് ഞാൻ വലിയ രാജാവായിരുന്നിട്ട് എന്താ കാര്യം? ഞാൻ നിങ്ങളോടല്ല പറയട്ടെ, ഞാൻ എന്നോടാ പറയുന്നത്. കാരണം എനിക്കറിയാം, പ്രസംഗം കേട്ടിട്ടൊന്ന് ആൾക്കാർ നന്നാവുന്ന 25 വർഷം അവിടെ നിങ്ങളുടെ കാര്യത്തിലല്ല. ഈ പറയുന്ന കാര്യം ഏറ്റവും നന്നായിട്ട് കേൾക്കണം അത് ഞാനാണ്. കാരണം എന്റെ ചെവി അവിടെ വായന ഏറ്റെടുത്തത്. അവിടെ ഞാനാണ് ആദ്യം കേൾക്കേണ്ടത്. ഞാൻ നന്നാവാന്ന് മാത്രമേ ഞാൻ പറയാറുള്ളൂ. തമാശയായിട്ട് പറയുന്നതല്ല. ആലോചിച്ച് നോക്കിയോ, നിങ്ങൾ പിള്ളേരൊന്നും പ്രസംഗിച്ച് നന്നാക്കാന്ന് ജന്മത്തിൽ കേൾക്കണ്ട. കാരണം അത് ഓരോരുത്തരും മനസ്സ് വെക്കണോ. അല്ലാതെ നമ്മളൊരാൾ നന്നാവില്ല. ഇപ്പൊ പള്ളിയില് ഒരു അച്ഛൻ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്, ആവേശത്തോടെ പ്രസംഗിച്ച് കുറച്ച് അച്ഛൻ കണ്ണടച്ചിട്ട് പ്രസംഗിക്കുന്ന പ്രസംഗമായിട്ട് കണ്ണടച്ച് കുറെ മണിക്കൂർ കഴിഞ്ഞ് അച്ഛൻ കണ്ണു തുറന്ന് നോക്കുമ്പോ പള്ളിയിലാണ് പ്രസംഗം കേട്ട എല്ലാവരും മനസ്സാന്തരപ്പെട്ട് പോയി. അപ്പൊ നോക്കുമ്പോ ഒരാളവിടെ ഇരിക്കും. അപ്പൊ അച്ഛന്റെ ആ വിഷമം ഒരു ആശ്വാസമായി. ഒരാളെങ്കിലും ഉണ്ടല്ലോ, മതി 99 ആടുകളും പുറത്ത് പോകട്ടെ, ഒരാടിനെ രക്ഷപ്പെടാൻ പറ്റില്ലേ, അത് മതി. അപ്പൊ ആ ആട് എഴുതിട്ട് പറഞ്ഞു, ഞാൻ ഈ ആടല്ല, ബൈക്കിന്റെ ആളാണ്. അതുകൊണ്ട് ബൈക്ക് കിട്ടാൻ നിർത്തിയാൽ ഞാൻ വാടകയ്ക്ക് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ നിങ്ങൾ ആലോചിച്ചോ, നമ്മളൊന്നൊരു മനുഷ്യൻ പറഞ്ഞിട്ടോ ഒന്നല്ല, നമ്മുടെ മനസ്സ് പറയണം. നമ്മുടെ മനസ്സ് പറഞ്ഞാലുണ്ടല്ല, ഏത് മനുഷ്യൻ പറഞ്ഞാലും നമ്മൾ എന്താ മനസ്സ് പറയേണ്ടത് പോലെ അതിനപ്പുറത്തില്ല. നമ്മുടെ മനസ്സ് പറയണം. നമ്മുടെ മനസ്സിന്റെ നന്മയാണ് പ്രിയമുള്ളവരെ. ഏത് ഡോക്ടറല്ല, അച്ഛനല്ല, ആരായാലും ഇവിടെ മനസ്സ് നല്ലതല്ലെങ്കിൽ നമ്മൾ ഏത് പൊസിഷനിൽ ചെന്നിട്ട് എന്ത് കാര്യം? നമ്മുടെ മനസ്സിന്റെ നന്മ. നിങ്ങൾ ഏത് ശുശ്രൂഷ, നിങ്ങളുടെ ശുശ്രൂഷ എന്താണ്? ഞാൻ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്, അച്ഛൻ പ്രാർത്ഥിക്കണം,
അപ്പൊ ഞാൻ തലകെച്ച് പറഞ്ഞു, തമ്പരാനെ എനിക്കറിയില്ല, ഞാൻ തലകെച്ച് തമ്പരാനെ വിളിച്ച് പറയുന്നത് സുഖപ്പെടുത്തണേ. കുറച്ച് പേര് സുഖായിച്ചോ, സുഖായ എനിക്കറിയില്ല. ഇത്രയുള്ളോ പ്രിയമുള്ളവരെ, നിങ്ങളുടെ ശുശ്രൂഷ കൊണ്ട് നിങ്ങൾക്ക് ആരാണ് ഈ അറിവ് നൽകിയത്? ആ അറിവ് നൽകിയ ഈശ്വരനാണ് രോഗിയെ സുഖപ്പെടുത്തുന്നത്, നമ്മളല്ല. ഞാൻ ചിന്തിക്കുന്നത് അതാണ്, അങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. അതാണ് മാനുഷിക മൂല്യങ്ങളെ കുറിച്ചാണ് എനിക്ക് ഇന്ന് ഞാൻ എല്ലായിടത്തും പറയുന്നത്. നഷ്ടപ്പെട്ടു പോയിട്ട് നമുക്ക് കുറെ നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കസാന്തി ആ സാഹിത്യകാരന്റെ ഒരു പുസ്തകത്തിൽ എഴുതിയിരിക്കുകയാണ്. ഒരിക്കല് ഒരു മനുഷ്യൻ നടന്നു പോകുമ്പോ ഒരു സ്ത്രീ അവിടുന്ന് കൊട്ടയിൽ നിറയെ അത്തിപ്പഴങ്ങളായിട്ട് വരിക. ഇയാളുടെ അടുത്ത് എത്തിയപ്പോ ഇയാൾ സ്ത്രീ അവിടെ നിന്ന് കൊട്ട താഴെ വെച്ച് 2 അത്തിപ്പഴം എടുത്തിട്ട് കൊടുത്തു. അപ്പൊ അയാള് നോക്കിട്ട് പരിചയമില്ല. നമ്മളിവിടെ കണ്ടല്ലോ? ഇല്ല, കണ്ടിട്ടില്ല. എനിക്ക് പരിചയമില്ലല്ലോ. പരിചയമില്ല. ഈ അത്തിപ്പഴം 2 അത്തിപ്പഴം എന്തെനിക്ക് 2 അത്തിപ്പഴം തരാൻ പരിചയം വേണം. താനൊരു മനുഷ്യല്ലോ. അതെ, ഞാനൊരു മനുഷ്യനാണ്. 2 അത്തിപ്പഴം കിട്ടോ? നമ്മളൊക്കെ എന്തെല്ലാം കാര്യങ്ങൾ അത് കൊടുക്കണമെങ്കിലല്ല, എന്തെല്ലാം കാര്യങ്ങൾ ആലോചിച്ചിട്ടാണ് ഇത് കൊടുത്താൽ എത്ര കിട്ടും. അതെ, നമ്മുടെ ഈ ജീവിതത്തിൽ എത്രയെത്രയോ നന്മകൾ സൗജന്യമായിട്ട് കിട്ടിയിട്ട് പോയി. 2 ആഴ്ച മുമ്പ് ബോംബെയിൽ പോയി ഒരു കേരള സമാജത്തിന്റെ മനുഷ്യൻ. ഞാൻ പോയിട്ട് ഒരു സിഗരറ്റ് പഠിക്കുന്നു. കാറിൽ ഷോപ്പാണ്, സിഗരറ്റാണ്. ഒരു സ്ത്രീ വന്നിട്ട് ഈ കാറിനോട് ഇങ്ങനെ ഭിക്ഷയായിരിക്കും. ആരെങ്കിലും പെണ്ണു വന്നിട്ട് ഭിക്ഷയായിരിക്കും. ഇതൊരു പണിയെടുത്തില്ല, ഭിക്ഷയായിരിക്കും. അല്ലെ കാറിന്റെ ഡ്രൈവർ വന്നു. പക്ഷെ അച്ഛന് മനസ്സിലായില്ല, എനിക്ക് മനസ്സിലായില്ല. എന്ത് അത്? അതാണ് ചക്കമാണ് എന്ത് മനസ്സിലായിട്ടില്ല. പക്ഷെ അത് ആണുമല്ല പെണ്ണുമല്ല, അങ്ങനത്തെ റീജനാണ് എന്താ പേര് പറയും. അപ്പോ അവരാരും ജോലിക്ക് എടുക്കില്ല, അവർക്കാരും ജോലി കൊടുക്കില്ല. അവർക്ക് അപ്പനില്ല, അമ്മയില്ല, അവർക്ക് അഡ്രസ് ഇല്ല, ഫോണില്ല, അവർക്ക് ഭർത്താവില്ല, ഭാര്യയില്ല, കുട്ടിയില്ല. നടക്കും. 1 രൂപ 2 രൂപ കിട്ടിയത് അതുകൊണ്ട് അവരവിടെ ജീവിക്കുന്ന ഒരു കൂട്ടായിട്ട് ചെയ്യുമ്പോൾ ചായയൊക്കെ കുടിച്ച് നമുക്കൊക്കെ എന്തിന്റെ അഭിമാനം പ്രിയമുള്ളവരെ. ഞാൻ ഫാദർ ഡേവിസ് ചെറുമൻ ആ സ്ത്രീക്ക് ജീവിതകാലത്ത് അങ്ങനെ ഒരു പബ്ലിക്കില് ഒരു 10 ആളുടെ മുമ്പില് പറയാൻ പറ്റില്ല. നമ്മളെ പോലെ ഈ ലോകത്ത് ജനിച്ച ഒരു ജന്മമല്ലേ അത്. അപ്പൊ നമ്മൾ എത്രയോ കൂടുതൽ ചെയ്യേണ്ടിയിരിക്കുന്നു. എന്നിട്ട് ആ ഡ്രൈവർ എന്നോട് പറയാ, ഫാദറെ ഇവര് മരിച്ചു കഴിഞ്ഞാൽ രാത്രി 12 മണി കഴിയാണ്ട് ഇവരെ അടക്കാൻ കൊണ്ടുപോകാൻ പാടില്ല, ഇരുട്ടത്ത് കൊണ്ടുപോകണം. ഓരോ രീതികളാണ്. ഇനി കൊണ്ടുപോകുന്നത് എങ്ങനെയാ? മഞ്ചയിലെ പൂക്കളൊക്കെ വെച്ച് പാട്ടൊക്കെ പാടി 2 കൈയും കൂട്ടിക്കെട്ടി നിലത്ത് കമത്തിയിട്ടിട്ട് വലിച്ചു കൊണ്ടുപോണ സമയത്ത് ഇതിനെ തുപ്പും, ചെരുപ്പെടുത്ത് എറിയും, ശപിക്കും. അവസാനം കൊണ്ടുപോയി കുഴി കുത്തിയായി ഇരുത്തി അതിന്റെ തലയിൽ തുപ്പി എന്തൊക്കെ ചെയ്യാമതൊക്കെ ചെയ്ത് ഇങ്ങനെ ഒരു ജന്മം ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് കുടിച്ചുകൊണ്ട് ആരാ ചെയ്യുന്നത്? ഇവര് തന്നെ. അത് ചെയ്യുമ്പോ അവന്റെ മനസ്സെന്താ പറയണേ? നാളെ എനിക്ക് ഇത് തന്നെയാണ്. ഇങ്ങനെയുള്ള മനുഷ്യ ജന്മങ്ങളൊക്കെ ഈ ഭൂമിയിലുണ്ടെന്ന് കേൾക്കുമ്പോ ഞാൻ എന്ത് ചെയ്യണം? നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ ലോകത്ത് നിന്ന് ഈ ലോകത്ത് ഇത്രയും കാലം ജീവിച്ചു എന്നുള്ളത് ഒരു ലെഗസി, ഈ ലോകത്തിന് ഒരു ചരിത്രം കൊടുക്കണം. ഞാൻ ജീവിച്ചിട്ടുണ്ടെങ്കിൽ APJ അബ്ദുൽ കലാം അദ്ദേഹം, ഞാൻ ഡൽഹി പോയി അദ്ദേഹത്തിന് ഈ മാനവകാര്യ ആദ്യത്തെ സമ്മതപത്രം ഞാൻ അദ്ദേഹത്തിന്റെ കയ്യിലാണ് കൊടുത്തത്. അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്നപ്പോ ഡൽഹി ചെന്ന് അവിടെ പോകും, അവിടെ ഒരു വാക്യം എഴുതി വെച്ചിട്ടുണ്ട്. എന്താണെന്നറിയോ? അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഐ ആം നോട്ട് ഹാൻസം. എനിക്കത് ഭംഗിയിലായിരുന്നു. എനിക്കത് ഭംഗിയില്ല. ഐ ആം നോട്ട് ഹാൻസം. എന്റെ അടിയിൽ എഴുതിയിരിക്കുകയാണ്, ബട്ട് ഐ ആം റെഡി ടു ഗീവ് മൈ ഹാൻഡ്. ഐ ആം റെഡി ടു ഗീവ് മൈ ഹാൻഡ്. ഐ ആം നോട്ട് ഹാൻസം. നമുക്ക് ഹാൻസം ആവാനല്ല ഇഷ്ടം. രണ്ടാമത്തെ വാചകം പറയണം, ഐ ആം നോട്ട് ഹാൻസം ബട്ട് റെഡി ടു ഗീവ് മൈ ഹാൻഡ് ടു എനിബഡി. അബ്ദുൽ കലാം നോക്കി, ഇത് കൊച്ചുകുട്ടി പോലും തുണിച്ചാലേ. വൈ? അറിവാണോ? സ്ഥാനമാണോ? ഇതിൽ പൊസിഷൻ ഉണ്ടോ? നത്തിങ്. നമ്മുടെ മനസ്സിന്റെ നന്മ. അതുകൊണ്ട് എനിക്ക് ഈ കോൺഫറൻസ് ഇത്ര ആൾക്കാരുടെ ഹൃദയത്തിൽ ഈ നന്മയുണ്ടാകട്ടെ. നന്മ നിറഞ്ഞൊരു മനസ്സ്, എല്ലാവരോടും കരുണ കാണിക്കുന്ന ഒരു മനസ്സ്. നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ നമ്മൾ ആർജിച്ചെടുത്താലും നമ്മൾ എന്തുമാത്രം മറ്റുള്ളവർക്കായി കോൺട്രിബ്യൂട്ട് ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമ്മുടെ മനസ്സിന് നന്മയുണ്ടാകട്ടെ
MT വാസുദേവൻ നായരുടെ പെരുന്തച്ഛൻ എന്ന് അതിൽ പറയുന്നില്ലേ, മരം വെട്ടാനായിട്ട് കാട്ടിലെത്തിയപ്പോൾ മഴയെടുത്ത് ഓങ്ങിയപ്പോൾ ഈ പെരുന്തച്ഛൻ പറഞ്ഞു, വെട്ടാൻ വരട്ടെ മോനെ, ഈ മരം ഈ മണ്ണിലാണ് നിൽക്കുന്നത്, ആ മണ്ണിനോട് ചോദിക്കേ വെട്ടട്ടെ. കുറച്ചു കഴിയുമ്പോൾ ആ വെട്ടിയാൽ ആ ചില്ലകളിൽ കൂടുതൽ പക്ഷികൾ പറന്നു പോകും. ചോദിക്കൂ പക്ഷികളോട്, വെട്ടട്ടെ. എന്താണത്? മനുഷ്യന്റെ ഹൃദയത്തിന്റെ കരുണയും നന്മയുമാണ്. അതാണ് പ്രിയമുള്ളവരെ ക്വാളിറ്റി ഉണ്ടാകണം. നമുക്ക് ക്വാണ്ടിറ്റി ഉണ്ടായിട്ട് കാര്യമില്ല, കുഴപ്പമില്ല, ക്വാണ്ടിറ്റിക്കായി കൊണ്ടുപോകാൻ കൊണ്ടുനടക്കുന്ന കാര്യം. പക്ഷേ ക്വാളിറ്റി ഉണ്ടാവണം. നമുക്ക് നമ്മുടെ ജീവിതത്തിന് ക്വാളിറ്റി ഉണ്ടാകണം. ആദ്യം ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ പറയുന്ന കാര്യം നമ്മളെ ചെയ്യുന്ന വ്യക്തികളാണ്. ഞങ്ങളുടെ സമയം ഞാൻ എടുക്കുന്നില്ല. ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ നന്മയൊന്ന് പങ്കുവെച്ച് ഞാൻ നിർത്താം. ജോഷി എന്ന് പറയുന്ന ഒരു മനുഷ്യനെ ഞാൻ പെരുമ്പാവൂരിൽ വെച്ച് കാണുകയാണ്. പെരുമ്പാവൂരിൽ ഈ രാജ്യപേട്ട. അവൻ പറയായിരുന്നു, ഫാദറെ, ഈ ഓർഗൻ ഡൊണേഷന്റെ ഫോം വായിക്കാൻ ചെന്നതാ, എന്റെ വീട് വരുന്നു വരണം. എന്തിനാണ്? എന്റെ ഭാര്യ കുട്ടികൾക്കൊന്ന് അച്ഛൻ കാണിച്ചു തരാനാ. എന്താ കാര്യം? അച്ഛൻ വായോ. അച്ഛൻ 2 വർഷം മുമ്പ് ഞാൻ എന്റെ ഭാര്യ മക്കളും കൂടി ഒരു കല്യാണത്തിന് പോയിട്ട് കാറിൽ ഓടിച്ചു വരികയാണ്. പെട്ടെന്ന് ഞാൻ ഉറങ്ങിപ്പോയി. പിന്നെ ഞാൻ കണ്ടു നോക്കുമ്പോൾ ആശുപത്രിയില്ല. പെരുമ്പാവൂർ വെച്ച് വണ്ടി ചെന്ന് ഇടിച്ചു. എന്റെ ഭാര്യയുടെ മുഖം മുഴുവൻ വികൃതമായി. എനിക്ക് ഫ്രാക്ചർ, എന്റെ കുട്ടികളുടെ അപകടം, ആരൊക്കെയോ ഞങ്ങൾ ആശുപത്രിയിൽ എത്തിച്ചു. ഞാൻ അതിനുശേഷം ആരാണ് എന്നെ കൊണ്ട് ചെന്നെത്തിച്ചത്? എവിടെ നിന്ന് അത് വന്നു? സോഴ്സ്. എന്റെ മക്കളോട് പറഞ്ഞു, മക്കളെ, മരിച്ചുപോയ എന്റെ അപ്പനും അമ്മയുടെയും പ്രാർത്ഥന ദൈവസന്നിധി. അതാണ് അപ്പനും അമ്മയുടെ ഫോട്ടോ എടുത്തിട്ട് ഒരു ബോക്സ് ഉണ്ടാക്കി, ഈശോയുടെ രൂപത്തിന്റെ തന്നെ ബോക്സ് വെച്ചിട്ട് എല്ലാ ദിവസവും പിള്ളേരുടെ കയ്യിൽ ഓരോ രൂപ കൊടുക്കും. ഇതുപോലെ ഇപ്പൊ ഈ പെട്ടിയിൽ എല്ലാ മാസവും അത് കൊണ്ടുപോയി ഒരു ഓഫ്ലൈനിൽ പോയി കൊടുത്തിട്ട് പറയും, ഞങ്ങളെ രക്ഷിച്ച ദൈവത്തിന്റെ ഓർമ്മയ്ക്കായിട്ടാണ്. കഴിഞ്ഞില്ലേ? ഇവരെന്ത് ചെയ്യുന്നറിയോ? അതെനിക്ക് ഭയങ്കര തമാശ. ഈ ആക്സിഡന്റ് പറ്റിയ ദിവസം ഇവര് ഭാര്യ കുട്ടികളൊക്കെ കൂടിയിട്ട് കാറിൽ പെരുമ്പാവൂർ പോകും. നമ്മളൊക്കെ ഇങ്ങനെ ടൂർ കൊള്ളി. അതുപോലെ പെരുമ്പാവൂർ അവിടെ ചെന്നിട്ട് ആ വഴി പക്കത്ത് കാറ് നിർത്തിയിട്ട് 4 ആളുടെ കയ്യിലും ഓരോ ദിവസം നിറച്ച് ലഡു പിടിച്ചിങ്ങനെ നിൽക്കുക. വഴി പോണ നേരത്ത് അത് ലഡു എന്താ എനിക്ക് ഇവിടെ വെച്ചിട്ട് ഒരു അപകടം ഉണ്ടായിരുന്നു. അത് ആരാ ഞങ്ങളുടെ ആശുപത്രി എത്തിച്ചെന്ന് അറിയില്ല. അപ്പൊ ഇങ്ങനെ കൊടുക്കുമ്പോ ആർക്കെങ്കിലും കിട്ടില്ല. അങ്ങനെ അവിടെ നിന്ന് എല്ലാ വർഷവും ഇങ്ങനെ ലഡു കൊടുക്കാറ്. മനുഷ്യന്റെ മനസ്സനുസരിച്ച ചിന്ത അത് ക്വാളിറ്റി. ഈ പ്രസംഗം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് ഇറങ്ങിയ വശം മനസ്സിൽ തട്ടി വെച്ചോ അച്ഛനെ പറഞ്ഞത് ഭയങ്കര സംഭവം. അതെ, ഒരു കാര്യം ചോദിക്കാൻ എന്താവും? ആ ലഡു കൊടുക്കുന്ന ഡേറ്റ് മനസ്സിൽ തട്ടും. നമ്മുടെ മനസ്സിൽ തട്ടും നന്നായിട്ട് തട്ടും. ഏതാ തട്ടാറുള്ളത് പോയാലും എന്ത് കേട്ടാലും നമ്മുടെ മനസ്സിൽ തട്ടാൻ. ഒരാള് ധ്യാനം കൂടാൻ പോയി. അവിടെ അച്ഛന്മാര് പ്രസംഗിക്കുകയാണ്. എന്താണ്? കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച് യേശു ക്രിസ്തു പല കഥകളിൽ നിന്ന് പറഞ്ഞു. അപ്പോ ഒരു ധ്യാനം കൂടായി വന്ന ഒരാള് പറയാണ്, എനിക്ക് എന്റെ അവിടെ ചെന്നിട്ട് ആ ധ്യാനത്തിൽ എന്റെ മനസ്സിൽ തട്ടിയ കാര്യമാണ് ആ അച്ഛൻ പറഞ്ഞ ആ ഒരു കഥയാണ്. ഏത് കഥ? ആ കാനായിലെ കല്യാണ വിരുന്ന്. എത്ര പ്രാവശ്യം മനസ്സിൽ നിന്ന് പോട്ടെ വിചാരിച്ചിട്ട് പോകില്ല. മനസ്സിൽ തട്ടി വെച്ചു. ഏത്? ആറ് കൺപണ്ണില് ഇങ്ങനെ വീട്ടിരിക്കണം. കണ്ണടച്ചാല് കണ്ണോട് കൺപണ്ണില് ഇത് മാത്രം മനസ്സിൽ തട്ടും. പലരും മനസ്സിൽ തട്ടും. നിങ്ങളുടെ ഈ സെൻട്രൽ സോൺ കോൺഫറൻസ് ഹാപ്പി ആയിരിക്കട്ടെ. നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ മുഖത്തുള്ള ഈ സന്തോഷം നിങ്ങളുടെ ഉള്ളിലേക്ക് ഇറങ്ങണം. വീട്ടിലുണ്ടാവണട്ടാണ്. വീട്ടിലെ ഉണ്ടാവണം. വീട്ടില് ഇന്ന് ഒന്നിനും തരില്ല. ഞാൻ ബൈബിൾ പറഞ്ഞേ, ഒന്നിനും തരില്ല. എതിരെ തരില്ല, വീട്ടിലിരിക്കാൻ തരില്ല, ഭാര്യയുടെ അടുത്തിരിക്കാൻ തരില്ല, ഭർത്താവിന്റെ അടുത്തിരിക്കുക, കുട്ടികളുടെ അടുത്ത് തരില്ല, പള്ളിയിൽ പോകാൻ തരില്ല, ഒന്നിനും തരില്ല. കാശുണ്ടാക്കില്ല. 65 വയസ്സായ ഡോക്ടർ പറഞ്ഞു, എന്റെ ക്യാൻസർ. കാശുണ്ടാക്കലൊക്കെ നിർത്തിയിരിക്കണേ. പൊന്നു ചേട്ടോ ജീവിക്കാൻ മറന്നുപോയോ? തനിക്ക് കുടുംബമുണ്ടോ? തനിക്ക് ഭാര്യയുണ്ട്, കുട്ടികളുണ്ട്. ഇതൊന്നും നിനക്ക് ചിന്തില്ല. നീ എന്തൊക്കെ ഉണ്ടാക്കി അവസാനം ക്യാൻസർ ആയിട്ടിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് ജീവിക്കാൻ മറന്നുപോകരുത്. എല്ലാവരും സ്നേഹിക്കാൻ മറന്നുപോകരുത്. എല്ലാവർക്കും കൊടുക്കേണ്ടതായ സ്നേഹവും മറന്നുപോയിട്ട് അവസാനം ഇരുന്നിട്ട് ക്ലൈമാക്സ് നന്നാവണം. മനസ്സിലായ? സിനിമയുടെ തുടക്കത്തിൽ ഒരു പാട്ട് വരുമ്പോ കയ്യിൽ കിട്ടിയിട്ട് സിനിമ വിജയിക്കില്ല.
സിനിമയിൽ 2 സ്റ്റണ്ടും പാട്ടുകളും നല്ല കൈയടിക്കും. കുറച്ച് കഴിഞ്ഞ് സിനിമകൾ കുറെ കഴിയുമ്പോൾ സിനിമ കുറച്ച് ബോറടിക്കുമല്ലോ. ഏത് സിനിമ അല്ല, നമ്മുടെ ജീവിതം കുറച്ച് കഴിയുമ്പോ ബോറടിക്കും. അവസാനം സിനിമ കഴിഞ്ഞ് പോണം വരുന്നത് എങ്ങനെയുണ്ട് സിനിമ? കാശ് പോയി. അതേപോലെ കാശുണ്ടാക്കി, കുട്ടികളെ വലുതാക്കി, പഠിപ്പിച്ചു, കോടികൾ കൊടുത്തു, എല്ലാം കൊടുത്ത് വീടൊക്കെ വെച്ച് കുറച്ച് കഴിഞ്ഞിരിക്കുന്നത് എങ്ങനെയുണ്ട് ജീവിതത്തിന്റെ ക്ലൈമാക്സ്? പിള്ളേരെ പഠിപ്പിച്ച കാശൊക്കെ പോയി പറഞ്ഞ് വിഷമിക്കാതെ വേറെ ഒന്നുമില്ല. ഹാപ്പി ആകണം. അടിസ്ഥാനപരമായി നമ്മുടെ മനസ്സിന് സുഖം ഉണ്ടാകണം. നിങ്ങളുടെ ശുശ്രൂഷ, നിങ്ങളുടെ രോഗികൾ നിങ്ങളുടെ അടുത്ത് ചെല്ലുന്നു വരുമ്പോ നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് വരട്ടെ ആഗ്രഹം, എന്റെ ഈ രോഗിക്ക് സൗഖ്യം കൊടുക്കണം. അപ്പൊ വരും നിങ്ങളുടെ മനസ്സിൽ എന്താണ് ചെയ്യുന്നതെന്ന് അപ്പോൾ ഈശ്വരൻ കൊണ്ടുവന്ന് തരും. അങ്ങനെ ദൈവത്തിന്റെ കയ്യൊപ്പുള്ള ഡോക്ടർമാരെ ഈ കേരളത്തിലെ എല്ലാ രോഗികൾക്കും ആശ്വാസം പകരാൻ ഈ കോൺഫറൻസ് പങ്കെടുക്കുന്ന എല്ലാവർക്കും ഈ രോഗം വരാതിരിക്കാനായിട്ട് യൂറിനും ബ്ലഡും ടെസ്റ്റ് ചെയ്ത് ക്രിയാറ്റിനും ആൽബുമിനും ഷുഗറൊക്കെ ടെസ്റ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റം 4-5 വാഹനങ്ങളായിട്ട് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ വലിയൊരു ഒരു യാത്ര ആരംഭിക്കുന്നുണ്ട്. അതിൽ നിങ്ങളുടെയും സഹകരണം ഉണ്ടാകട്ടെ. അങ്ങനെ സമൂഹത്തിന് മനുഷ്യ സ്നേഹത്തിലൂടെ നമുക്ക് ദൈവത്തിന്റെ കയ്യൊപ്പ് നിങ്ങളുടെ ഓരോ ശുശ്രൂഷകളുടെയും സാധിക്കട്ടെ. ഇങ്ങനൊരു സംരംഭത്തിൽ നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കാനായിട്ട് സാധിച്ചുള്ള സന്തോഷം രേഖപ്പെടുത്തുന്നു. ഈ രോഗികളൊക്കെ നിങ്ങളുടെ മനസ്സിലോർത്ത് പ്രാർത്ഥിക്കണം. 100 കണക്കിന് ഞാനും 3500 കിഡ്നി രോഗികൾ ഇപ്പൊ ഞാൻ കണ്ടുകഴിഞ്ഞു. ഞാൻ ഡോക്ടറൊന്നല്ല. ആൾക്കാരെ എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കാം, ഇന്നതൊക്കെയാണ്. ഞാൻ ഡോക്ടറല്ല. ഡോക്ടർ മുകളിൽ കാണിച്ചു സുഖം പ്രാപിക്കും. എത്രയോ പേർക്ക് ഞാൻ പറഞ്ഞു ഉണ്ണികൃഷ്ണന്റെ കോള് കണ്ടപ്പോൾ ഉണ്ണികൃഷ്ണൻ അവസാനമായിട്ട് പറഞ്ഞു, അതൊരു ഓപ്പറേഷൻ കഴിഞ്ഞാൽ എനിക്ക് സങ്കടം ഉണ്ടാവും. എന്തെന്റെ സങ്കടം? നീന മുരളീധരനല്ല, ചെറിയ സ്ത്രീയല്ലേ എനിക്ക് കിഡ്നി തരണത്. അതെ, ആ കിഡ്നി തന്ന സ്ത്രീയെ പോലെ എനിക്ക് ജന്മത്തിൽ കാണാൻ പറ്റില്ലെന്ന് വെച്ചാൽ നീയൊന്നും ഉണ്ടാകുന്ന എൻ്റെ ഉണ്ണികൃഷ്ണ അറിയില്ല. പറയുന്നത് ഈ മുഖത്തിരിക്കുന്ന ഈ കണ്ണിന്റെ വാല്യൂ അറിയില്ല. ഒരു ഉള്ളിത്തൊണ്ടിന്റെ കണ്ണുള്ളൂ. 1.5 കോടി ജനങ്ങളാണ് ഒരു കണ്ണ് കിട്ടിയാൽ ഈ ലോകത്തിൽ അവനെ ജനിപ്പിച്ച അമ്മേനെ കാണും. മോൻസ് ജോസഫിന്റെ വീട്ടിൽ ഞാൻ പോയി. മുൻ മന്ത്രി മോൻസ് ജോസഫിന്റെ ആ കൊച്ചി പെട്ടെന്ന് മരിച്ചു. ആ കൊച്ചിന്റെ കണ്ണ് വെച്ച ഗോപിക എന്ന് പറയുന്ന 10ാം ക്ലാസ് +2 വിദ്യാർത്ഥിനിയെ കൊണ്ട് ആ വീട്ടിൽ കൊണ്ടുവന്നു. 15 ദിവസമായിട്ട് കുട്ടീനെ അടക്കിയിട്ട് ആ കണ്ണ് വെച്ച് ഞാൻ 3.5 മണിക്കൂർ എടുത്തു. കണ്ണ് വെച്ചിട്ട് ആ കുട്ടീനെ കൊണ്ടുവന്നു. മോൻസ് ജോസഫും ഭാര്യയും കൊച്ചഞ്ചെത്തി ആ കുട്ടിയുടെ മുഖത്തേക്ക് നോക്കി നിൽക്കുക. മരിച്ചു പോയിട്ട് ഈ ഭൂമിയിൽ നന്മ ചെയ്യാൻ നമുക്ക് സാധിക്കണം. അതിനാൽ ഈ കോൺഫറൻസ് നിങ്ങൾ എല്ലാവരുടെയും സ്നേഹത്തോടെ വലിയ കൂട്ടായ്മ നിങ്ങൾക്കുണ്ടാകട്ടെ. നിങ്ങളെ ഈ സംഘടന ശക്തിപ്പെടട്ടെ. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മനസ്സിലാക്കുന്നത്, ഒരു വിഷമതകളും പ്രയാസങ്ങളും വരുത്താതിരിക്കാൻ നോക്കുക. വിട്ടുവീഴ്ച ഉണ്ടാക്കുക. അത് മനുഷ്യൻ എന്ന് പറയുന്നതാണ്. അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കുക. ഓരോ ഉത്തരവാദിത്തങ്ങൾ ഓരോരുത്തരൊക്കെ നിങ്ങൾ വെക്കുമ്പോൾ അവരോട് എല്ലാവരും സഹകരിച്ച് എല്ലാവരുടെ ഒരു ഒരുമയുണ്ടെങ്കിൽ, കൂട്ടായ്മ ഉണ്ടെങ്കിൽ എന്ത് കാര്യവും അവകാശങ്ങൾ മാത്രമല്ല നമുക്ക് വേണ്ടത് ശുശ്രൂഷയാണ്. അതിൽ വളരാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ഈ സഭ കോൺഫറൻസ് എല്ലാവരെയും സ്നേഹത്തോടും പ്രാർത്ഥനയോടും ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിക്കുന്നു. For all of us, that true service of God lies in the service of the madman. നല്ല സാധനങ്ങളാണ് സാധാരണ കൊടുക്കുക. അതുകൊണ്ട് സമാപത്തിൽ തരുന്ന ആൾക്കാരുടെ ശ്രദ്ധയ്ക്ക് ഈ സാധനങ്ങൾ കിഡ്നി, ഹാർട്ട്, ലങ്സ് ഇതൊന്നും കേടാക്കി. മനസ്സിലായല്ലോ? സ്മോളൊക്കെ അടിച്ചേ അവസാനം ഇതൊക്കെ അവസാനം തുറന്നു നോക്കുന്ന സമയത്ത് 2 ചുങ്ങിയ മാറേണ്ടി പോയി.